അപ്പൊ നിന്നെ അവര് കൊന്നില്ലേ? അയ്യോ ഇല്ല, ഇടിയപ്പ എന്ന് പറഞ്ഞ അമ്മാരെന്നെ വെറുതെ വിട്ടു. അയ്യോ, ഇടിയപ്പ. ഇങ്ങ് വന്നേ, ഇങ്ങട് വന്നേ. ഇത് എന്നതാണോ? ഇത് പേർഷ്യൻ കാറ്റോ? നീ എന്നെ ഒരുമാതിരി കളിയാക്കരുത് കേട്ടോ. പ്രഭു കാരണം ഇപ്പൊ ഇവിടെ യുദ്ധം മൊത്തം നടക്കണത്. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ആ സിനിമ നടൻ പ്രഭുവിനെ കണ്ട് വിഷയം പറഞ്ഞു തീർക്കാം. വാ. പറഞ്ഞില്ലേ? തന്നോട് വല്ലതും പറയണേനും ഏത് അമ്പ് കൊണ്ട് ചാവണത്. സിനിമാ നടൻ പ്രഭുവിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞത്? പ്രഭു കാരനാണ്. പ്രഭു എന്തിനാ അയൽ രാജ്യത്ത് നോക്കി നമ്മുടെ ടെറസ് ഇരുന്ന് കൊഞ്ചനും കുത്തി കാണിച്ചത്? അയ്യോ, അത് ഞാൻ കൊഞ്ഞനം കുത്തിയതല്ല, പിന്നെ മൗത്ത് എക്സസൈസ് ചെയ്താ. അതെ ഇങ്ങനെ. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, തന്നെ നറുക്കിട്ടാണോ രാജാവാക്കിയത്? അതിനങ്ങനെ ചോദിച്ചേ. എടോ, അവരെന്തേലും കാരണം നോക്കിയിരിക്കുവായിരുന്നു, താനായിട്ട് ചെന്ന് കയറി കൊടുക്കുക. എന്റെ ദൈവമേ, ഞാനായിട്ട് ചെന്ന് കയറി കൊടുത്തു. സംഭവിക്കാനുള്ള സംഭവിച്ചു. എന്നാ റാണി ഒരു കൊട്ടത്തേങ്ങ പോയി ചമ്മന്തി അരച്ചിട്ട് പോ. ഇതാ യുദ്ധപ്പറമ്പിന്ന് കിട്ടിയതാ. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യ്, മാറ്റിയിട്ടേ നമുക്ക് വൈകുന്നേരം ഏറുപന്ത് കളിക്കാം. ഇവിടെ ഏറുപന്ത് കളിച്ചിരുന്നാ മതിയോ? യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഗുരു, എന്തോ ഇതിന്റെ അറ്റത്തൊരു തിരുപ്പൻ. രാജവാദന കാര്യത്തിൽ തീരുമാനം. ഗുരു, ഇനി എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഈ കണ്ണടച്ചോ. എടാ പാൽപ്പേടെ, നിന്നോട് ഞാൻ അതാണോ പറഞ്ഞത്? എനിക്കിനി യുദ്ധം കണ്ടു നിൽക്കാൻ പറ്റില്ല. റാണി, എന്റെ വാളെടുക്കൂ. അങ്ങ് പോവരുതേ. പിന്നെ അങ്ങോട്ട് പോവാതെ അവർ ഇങ്ങോട്ട് വരെ യുദ്ധം ചെയ്യാൻ. അയ്യോ, രാത്രി അങ്ങോട്ട് കയറി പോവല്ലേ എന്ന്. പിന്നെ രാജഗുരു, എന്റെ പൊന്നു റാണി, തടയരുത്. നല്ലൊരു വിധവാ പെൻഷനാ. നമ്മളായിട്ട് എന്തിനാ ക്യാൻസൽ ആക്കണേ? അങ്ങനെ ഞാൻ പോവാണെങ്കിൽ നിന്റെ പപ്പും പൂടേം കൊണ്ടാ ഞാൻ പോവുള്ളതാ. സത്യം സത്യം. മോളെ, എന്തോ മോളെ, ഒരു രാജാവ് അവന്റെ കടമ ചെയ്യാൻ സമയമായി. ഞാൻ പോയി വിജയശ്രീ ലാളിതനായി തിരിച്ചു വരാം. പ്രഭു, ഇളകിയ പല്ല്, താടി, മുടി എന്തേലും കുടത്തിലിടൂ. എന്തിനാ? ഞങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടേ കൊണ്ടൊഴുക്കാൻ? അറപ്പിച്ച് എന്നെ അറപ്പിച്ചില്ലാടാ. നീ യുദ്ധം ചെയ്യാനുള്ള മൂട് പോയില്ല എന്റെ പ്രഭു. ഇതുപോലെ പണ്ടൊരു യുദ്ധത്തിന് പ്രഭുവിന്റെ അച്ഛൻ പോയതാ. എന്നിട്ടോ? കൊത്തു പൊറോട്ട ഏട്ടാ തിരിച്ചു കിട്ടും.